ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വർത്തമാനത്തിൽ കലാമണ്ഡലം ശ്രീകാന്ത്, മാവേലിക്കര ശ്രീകാന്ത് വർമ്മ എന്നീ നിലയിലൊക്കെ അറിയപ്പെടുന്ന കഥകളിക്കൊട്ടുകാരൻ, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിഷികാന്ത് എന്ന സ്കൂൾ അധ്യാപകൻ. ഈ കലാമണ്ഡലം ശ്രീകാന്ത് കലാമണ്ഡലത്തിൽ പതിവ് പോലെ വിദഗ്ധമായ പരിശീലനവും പഠനവും കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയ നല്ല ഒരു ചെണ്ട കലാകാരനാണ്. തുടർന്ന് അദ്ദേഹം കോട്ടക്കൽ PSC നാട്യസംഘത്തിലും അഭ്യാസം നേടുകയുണ്ടായി. 3 വർഷത്തോളം കാലം അത് അവിടെ പഠനം ചെയ്യുകയുണ്ടായി. തുടർന്ന് വിവിധ അരങ്ങുകളിൽ തൻ്റെ കലാപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ കാലം അദ്ദേഹം അമ്പലപ്പുഴയിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഈ ശ്രീകാന്തിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. വർമ്മ സാറ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മാവേലിക്കരയുടെ കലാമർമ്മം അറിയുന്ന വ്യക്തി എന്നായിരിക്കും നല്ലത്. അത്രയധികം അദ്ദേഹം അവിടുത്തെ കലാമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു കലാഹൃദയമുള്ളത് കൊണ്ട് തന്നെയാണ് കോളേജ് അധ്യാപകരായ 2 അച്ഛനും അമ്മയ്ക്കും കോളേജ് ജോലിയാണ് ഉണ്ടായിരുന്നത്. അവരുടെ മകനെ ഒരു കഥകളിക്കൊട്ടുകാരനാക്കണം എന്ന മോഹമുണ്ടായത്. എങ്ങനെയായാലും ശ്രീകാന്തൻ തന്നിൽ അവരെ ഏൽപ്പിച്ച ദൗത്യം വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം നമ്മളോട് നേരിട്ട് പറയുന്നുണ്ട്. നമുക്കത് കേൾക്കുക തന്നെയാണ് സുഖം. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാവേലിക്കര സ്വദേശി തന്നെയായ നിഷികാന്ത്, ചെങ്ങന്നൂരിൽ ആല ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ നിഷികാന്ത്. അദ്ദേഹമാണ് ഇദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ നിഷികാന്തിന് കലാമണ്ഡലവുമായും ധാരാളം അടുപ്പമുണ്ട്. അദ്ദേഹം PhD നേടിയിരിക്കുന്നത് കലാമണ്ഡലത്തിൽ നിന്നാണ്. ഇരയിമ്പൻ തമ്പിയുടെ ആട്ടക്കഥകളും അതിൻ്റെ രംഗപാഠവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം PhD എടുക്കുകയുണ്ടായിട്ടുള്ളത്. മാവേലിക്കരയുടെ കഥകളി ആസ്വാദക സംഘത്തിൽ അദ്ദേഹം എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കലാപരിപാടികൾ കാണുകയും നടത്തുകയും സംഘാടനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന നല്ലൊരു കലാഹൃദയമുള്ള വ്യക്തിയാണ് നിഷികാന്ത്. ഈ നിഷികാന്തും ശ്രീകാന്തും തമ്മിലുള്ള വർത്തമാനം ഹൃദ്യമാവും എന്ന് തന്നെയാണ് എൻ്റെയും ഉറച്ച വിശ്വാസം. നമുക്ക് അവരുടെ ചോദ്യ ഉത്തരങ്ങളിലേക്ക് കിടക്കാം. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. നമസ്കാരം. കഥകളി മേള കലാകാരന്മാരുടെ ജീവിതവും അരങ്ങ് ജീവിതവും പ്രതിപാദിക്കുന്ന വായ്ത്താരി എന്ന സംരംഭത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
നമ്മളോടൊപ്പം ഇന്ന് ഇവിടെ സംവദിക്കാനെത്തിയിട്ടുള്ളത് ശ്രീ കലാമണ്ഡലം ശ്രീകാന്ത് വർമ്മ അവറുകളാണ്. മാവേലിക്കര സ്വദേശിയാണ് അദ്ദേഹം. മാവേലിക്കരയെ പറ്റി പറയുമ്പോൾ ധാരാളം കലാകാരന്മാരുടെ രംഗഭൂമിയാണ് ഈ നാട് എന്നുള്ളത് കേരളത്തിന് പുറത്തും പ്രകീർത്തിതമായിരിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഇത്. കലാമണ്ഡലം അഭ്യസനം കഴിഞ്ഞ് അദ്ദേഹം രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പൂർവസൂരികളായ മേള കലാകാരന്മാരെ നമുക്ക് സ്മരിക്കാതെ വയ്യ. മൃദംഗത്തിൽ അതുല്യമായ സംഭാവന നൽകിയ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ, മാവേലിക്കര വേലുക്കുട്ടി നായർ, മാവേലിക്കര SR രാജു, അതുപോലെ സംഗീത രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച മാവേലിക്കര സുബ്രഹ്മണ്യം അവർകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാളായ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടിലൂടെ കേരളമാകെ അറിയപ്പെടുന്ന വാരണാസി സഹോദരന്മാരിൽ ഒരാൾ. ഇവരുടെയെല്ലാം ഒരു വലിയ പാരമ്പര്യം ഈ നാടിനുണ്ട്. അതോടൊപ്പം കഥകളി നടന്മാർ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന പല കലാകാരന്മാർ ഇന്നും നമ്മളോടൊപ്പം കഴിഞ്ഞുകൂടുന്ന വാരണാസി കുടുംബത്തിലെ ശ്രീ മധു വാരണാസി അവർക്ക് മുൻപുള്ള തലമുറയിലെ ശ്രീ ചെന്നിത്തല ചെല്ലപ്പൻ പിള്ള അവർകൾ, ചെന്നിത്തല രാഘവൻ പിള്ള അവർകൾ, ഇവരെല്ലാം കഥകളിക്ക് അതുല്യമായ സംഭാവന നൽകിയവരാണ്, നൽകിക്കൊണ്ടിരിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ശ്രീകാന്തുമായി ഈ സംഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടാം. നമസ്കാരം. താങ്കളുടെ ബാല്യം, അതോടൊപ്പം തന്നെ ഈ ജീവിത പന്ഥാവിലേക്ക്, ജീവിത രീതിയിലേക്ക് അങ്ങ് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കണം. നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ബാല്യമാണല്ലോ. ബാല്യത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും അയാൾ രൂപപ്പെട്ടു വരുന്നത്. അപ്പം അതുകൊണ്ട് ബാല്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങയുടെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അമ്മാവനെക്കുറിച്ചുമൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അച്ഛനെക്കുറിച്ച് പറയാം. പക്ഷേ അത് ബാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് എന്നും മുത്തച്ഛനും മുത്തശ്ശിയും രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഈ ഉഷപ്പൂജയുടെയൊക്കെ സമയം നാസര വായനയാണ്. അന്ന് ഇപ്പോൾ ആർക്കൊക്കെ അറിയത്തില്ല, മാന്നാർ ബ്രദേഴ്സ് എന്ന് പറയുന്ന നാവസര വിദ്യന്മാർ ഉണ്ട്. അമ്പലപ്പുഴ ബ്രദേഴ്സ് എന്ന് പറയുമല്ലോ. അതുപോലെ മാന്നാർ ബ്രദേഴ്സ് രാമേന്ദ്ര പണിക്കരാന്ന് ഇവിടെ അദ്ദേഹമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഇത് അതിൻ്റെ കൂടെ തകിലും. അപ്പോൾ എന്നെ ആദ്യം ആകർഷിച്ചൊരു വാദ്യം എന്ന് പറഞ്ഞാൽ തകിലാണ്. അത് കുറച്ച് ഒരു 2-3 ക്ലാസ് മറ്റോ പഠിക്കാൻ പോയിട്ടുമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പാടപ്പലയെ കൂട്ടാനുള്ള ബുദ്ധിമുട്ടോ അതിൻ്റെ ചെറുപ്പകാലം അത് കൃത്യമായിട്ട് ഓർമ്മയില്ല. 3 ക്ലാസ് മറ്റോ പോയിട്ടുള്ളൂ. അത് അദ്ദേഹം പിന്നെ മരിച്ചു. ഗോപാലകൃഷ്ണൻ പണിക്കരെന്ന് പറയാം. അതിന് അപകടത്തിൽ പിന്നെ മരിച്ചുപോയി. പിന്നെ ക്ലാസ് നടന്നില്ല. പിന്നെ ആകർഷിച്ച ഒരു വാദ്യം എന്ന് പറഞ്ഞാൽ ചെണ്ടയാണ്. അത് വാരണാസി ആശാൻ, ഞാൻ വലിയ വാരണാസി ചേട്ടൻ എന്നാണ് ഞാൻ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അവരുടെയൊക്കെ കൊട്ട് കണ്ട് ഒക്കെയാണ് എനിക്ക് ഇതുമായിട്ടൊരു ബന്ധമുണ്ടായത്.
ഈ കൊട്ടുമായിട്ടൊരു ബന്ധം പിന്നീട് അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പോൾ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ചെന്നിത്തലയായിരുന്നല്ലോ താങ്കൾ താമസിച്ചിരുന്നത്, അതോ ചെന്നിത്തലല്ല, മാവേലിക്കര. ചെന്നിത്തല പക്ഷേ നമ്മുടെ അച്ഛൻ്റെ ഒരു അച്ഛൻ്റെ അല്ല, മുത്തശ്ശൻ്റെ ഒരമ്മാവൻ രാമവർമ്മ തിരുമുൽപ്പാടെന്ന് പറയും. ചെന്നിത്തല രാമവർമ്മ തിരുമുൽപ്പാട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ചെന്നിത്തല കൊച്ചുവള്ളപ്പണിക്കർ. അദ്ദേഹത്തിൻ്റെ കൊച്ചുവള്ളപ്പണിക്കറുടെ അമ്മയുടെ ചെറുമകനാണ് ചെന്നിത്തല ചെല്ലമുള്ളേശ. ഓ ശരി. ഇതൊക്കെ കേട്ടിട്ടുണ്ട്, മുത്തശ്ശൻ പറഞ്ഞിട്ടൊക്കെ എനിക്ക് അറിവുമുണ്ട്. അപ്പം ഇതുമായിട്ട് അങ്ങനെ വടയത്ത് രാമവർമ്മ അദ്ദേഹത്തിൻ്റെ പേര് വടയത്ത് രാമവർമ്മ തിരുമുൽപ്പാടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഹനുമാൻ ഈ താടി വേഷം, പ്രത്യേകിച്ച് താടി വേഷങ്ങളൊക്കെ കിട്ടുന്നത് വലിയ പ്രാഗൽഭ്യമുള്ള ആളായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പകാലത്ത് കുറേ കാലം ഈ തകില് പഠിച്ചു. കുറേ കാലമൊന്നുമില്ല, ഒരു 2-3 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ പലകയെ കൊട്ടുന്ന ബുദ്ധിമുട്ട് നോക്കിയപ്പം പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. അതിനുശേഷമാണ് ചെണ്ടയിലേക്ക് കൈയൊക്കെ വേദനിച്ചു തുടങ്ങിയപ്പോൾ ഇതെന്തായാലും വേണ്ട. അപ്പം ചെണ്ടയാണെങ്കിൽ മുട്ടിയിട്ടുണ്ടല്ലോ കൊട്ടുന്നത്. പിന്നീടാണ് ചെണ്ടയിലേക്ക് കമ്പം ആയത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു വിജയദശമിക്കാണ് നമ്മൾ ചെണ്ട പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് മനസ്സിൽ കയറി കൂടിയതാണ് ഈ ചെണ്ട. അതിന് മുമ്പേ മനസ്സിലുണ്ട്, തകിലും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം മൃദംഗം വലിയ ഇഷ്ടമാണ്. ഇപ്പം ഞാനിപ്പോൾ ഇപ്പോഴും തകില് നല്ല നാസര കച്ചേരികളൊക്കെ കേൾക്കാനാണെങ്കിൽ പോവും. മണ്ണാർക്കുടി, നമ്മുടെ മണ്ണാർക്കുടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് കൂടെയാണ് മണ്ണാർക്കുടിയൊക്കെ. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പം തകിലെന്ന് പറഞ്ഞൊരു വാദ്യം എവിടെയായാലും ഞാൻ പോവും, കേൾക്കാൻ മെനക്കെട്ട് പോവും. പിന്നീട് ഈ 6ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലാണ് താങ്കൾ ആദ്യമായിട്ട് ഈ കഥകളി ചെണ്ടയിലേക്ക് പതുക്കെ വരുന്നത്. ചെണ്ട പഠിക്കാൻ തുടങ്ങുന്നു 6ാം ക്ലാസ്. അന്ന് ആരായിരുന്നു താങ്കളുടെ ഗുരുനാഥൻ? എൻ്റെ ഗുരുനാഥൻ എന്ന് വെച്ചാൽ എന്നെ കൊട്ടിച്ചത് വാരണാസി ആശാൻ അരിയന്നൂർ നാരായണൻ നമ്പൂരി എന്ന് പറയും. അദ്ദേഹം 96-98 സമയത്ത് മരിച്ചുപോയി. അദ്ദേഹം ആണ് എന്നെ ആദ്യം കൊട്ടിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ ഗണപതിക്ക് കൊട്ടിച്ചതാണ്. പിന്നെ പിറ്റേ ദിവസം വന്നു. പിന്നെ വാരണാസി ആശാനാണ് കൊട്ടിക്കുക. അപ്പോൾ അദ്ദേഹം അന്ന് കലാമണ്ഡലത്തിൽ ജോലിയാണ്. മൂസേട്ടനും അന്ന് കലാമണ്ഡലത്തിൽ ജോലിയാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പം അങ്ങയുടെ ജീവിതത്തിൽ അങ്ങയുടെ അച്ഛൻ ഒരു കോളേജ് അധ്യാപകനായിരുന്നു, അമ്മ സ്കൂളിലെ സംഗീത അധ്യാപികയായിരുന്നു. ഈ സംഗീത അധ്യാപനം ടീച്ചറിൻ്റെ അല്ലെങ്കിൽ അങ്ങയുടെ അമ്മയുടെ സംഗീത വാസന അങ്ങയുടെ കൊട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ? ഉണ്ടാവാം. പിന്നെ ഞാനതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എൻ്റെ അച്ഛൻ ഒരു കോളേജ് അധ്യാപകനാണ്, ഒരു കലാ ആസ്വാദകനായിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ വർമ്മ സാർ, മാവേലിക്കര വർമ്മ സാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്ക് പോലും അറിയാം മാവേലിക്കര വർമ്മ സാറ്. അപ്പം അവിടെ വലിയ പ്രോത്സാഹനമാണ് അച്ഛൻ്റെ ഭാഗത്തു നിന്ന് തന്നത്. അതുപോലെ കൊട്ട് പഠിക്കണം എന്ന്, അതുപോലെ 10ാം ക്ലാസ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് എന്ത് വേണം ചെയ്യാം, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പ്രീ ഡിഗ്രി അങ്ങനെ ജയിച്ച് ഇവിടെ എന്ത് വേണം ഏതിന് പോകണമെന്ന് ഇങ്ങനെ തീരുമാനമില്ലായിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പേപ്പറിൽ പരസ്യം കാണുന്ന കലാമണ്ഡലത്തിലെ ആൾ വേണം, ആളെ എടുക്കുന്നുണ്ട്, നീ അപേക്ഷിക്കുക, നമുക്ക് നോക്കാം. അങ്ങനെയാണ്. ഒരു തടസ്സവും അച്ഛനായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് ശരിയാണ്. അപ്പോൾ അതുവരെയുള്ള ഒരു പഠന കാലയളവ് കൂടെ നമുക്ക് ഇതിനകത്ത് വരേണ്ടതുണ്ട്. ഒരു 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം, അതിനുശേഷമുള്ള അങ്ങയുടെ
പ്രീ ഡിഗ്രി ഇന്നത്തെ 10ാം ക്ലാസ് വരെ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും. ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ഇവിടെ അധികം തന്നെയാണ്. പിന്നെ BTS നമ്മുടെ TTI, ഇപ്പം TTIയിലാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനു മുമ്പേ ഇവിടെ നമ്മുടെ മാവേലിക്കര വിദ്യാരാജ ഇപ്പോൾ സ്കൂളുണ്ടല്ലോ, ആ സ്കൂൾ തുടങ്ങിയ അതിലെ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അന്ന് ഇവിടെ നമ്മുടെ അമ്പലത്തിൻ്റെ പ്രൊഫസറായിരുന്നു അവരുടെ അത് ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥിയായിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ ഒരു ശബരിനാഥൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചു കാലം ലീവ് എടുത്തിട്ട് അവിടെ മറ്റ് വിദേശ ഇത് പഠിപ്പിക്കാനായിട്ട് 1-2 വർഷം പോയി. അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛന് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല ആ ഒരു സമയത്ത് വന്നു. ആ സമയത്ത് ഇപ്പം നമുക്കിതുപോലെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ അപ്പം സൈക്കിളിലാണ് പോകുന്നത് ഇവിടുന്ന് സൈക്കിളിൽ പോയി. അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ മാന്നാത്തേക്ക് താമസം മാറ്റി, പല കാരണങ്ങൾ കൊണ്ടും. കോളേജിൽ നേരത്തെ എത്തണം. അപ്പോൾ ആ സമയത്ത് എന്നെ ഇവിടെ മാന്നാർ ഭുവനേശ്വരി സ്കൂളുണ്ട്, ആ സ്കൂളിലാണ് 1 വർഷം ഞാൻ പഠിച്ചത്. പിന്നെ അവിടുന്ന് ഇവിടെ വന്നിട്ട് പിന്നെ ആ വലിയ TTIയിൽ 2ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് 8ാം 9ാം ക്ലാസ് മാവേലിക്കര ബോയ്സിൽ പഠിച്ചു. അവിടുന്ന് നമുക്ക് ഈ യൂത്ത് ഫെസ്റ്റിന് വേണ്ടൊരു പ്രോത്സാഹനം കിട്ടാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഇല്ല, അന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ മറ്റം സെൻറ്റ് ജോൺസിലേക്ക് മാറി. 10ാം ക്ലാസ് ആയപ്പം പത്തിച്ചിറ മറ്റം സെൻറ്റ് ജോൺസിലെ വിദ്യാർത്ഥിയായിട്ട് മാറി. അവിടെ നിന്നാണ് സെയിൻറ്റ് ജോൺസ് സ്കൂളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ 2 വർഷം ബോയ്സ് സ്കൂളിൽ പഠിച്ചു. ഈ സമയത്തൊന്നും യൂത്ത് ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ താങ്കൾക്ക് സാധിച്ചു? പഠിച്ചു. 9ാം ക്ലാസ് യൂത്ത് ഫെസ്റ്റിവൽ പഠിച്ചു. കാരണം അന്ന് എൻ്റെ അമ്മ ഗേൾസിലെ അധ്യാപിക. ബോയ്സിൽ നിന്ന് ആരുമില്ലാതെ അമ്മയാണ് എന്നെ അന്ന് കൊണ്ടുപോയി ഒരു എന്താ പറയുക ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ അവിടെ കൊണ്ട് രജിസ്റ്റർ ചെയ്യുകയും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി തരികയും ചെയ്ത അമ്മയാണ്. അത് നമ്മുടെ സ്കൂളിൽ നിന്ന് അന്നും ആരും വന്നിട്ടില്ല. അന്ന് പ്രോത്സാഹനം ഉണ്ടായിരുന്നില്ല. പ്രോത്സാഹനമല്ല, അത് മതി. അപ്പം താങ്കൾ ഇങ്ങനെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു എന്ന് തിരിച്ചറിയാൻ അവിടുത്തെ അധ്യാപകർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അല്ല, അങ്ങനെ അടച്ചു കുറ്റപ്പെടുത്തുന്നത് നമ്മൾ യാഥാർത്ഥ്യം പറയാം. പിന്നല്ല, അത് വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. കാരണം അന്ന് എൻ്റെ കൂടെ രണ്ട് കുട്ടികളിലൂടെ ഉണ്ടായിരുന്നു. ഒന്ന് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് തന്നെയാണ് വിജയകൃഷ്ണൻ എന്ന് പറയുന്നത്. മുഹമ്മദ് വിജയകൃഷ്ണൻ്റെ ജ്യേഷ്ഠത്തി സുനിതയും അതുപോലെ മാങ്കുളം കൃഷ്ണൻ നമ്പൂരി പഠിപ്പിച്ച ഒരു പറ്റി. അപ്പം ഞങ്ങൾ രണ്ടുപേരും തായമ്പ കൂട്ടി. അപ്പം എനിക്ക് അന്ന് കൂറൊന്നും കൊട്ടാൻ അറിഞ്ഞുകൂടാ. തായമ്പ അപ്പം ഞാൻ പതികാലവും അത് കഴിഞ്ഞ് ഇടവട്ടവും കൂട്ടി പോകുന്നു. ആ കുട്ടി സുനിതയുടെ അച്ഛൻ മുഹമ്മദ് മുരളി ആശാൻ എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരു വ്യക്തിത്വമാണ്, അത് അറിയാം. അദ്ദേഹത്തിൻ്റെ മകനാണ് വിജയകൃഷ്ണൻ. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് RLVയിൽ. സുനിത തായമ്പ പതികാലവും കൂറും കുട്ടി. അപ്പം ഞാൻ കൂട്ടിയില്ല, ആ കുട്ടി കൂറ് കൂട്ടി. അപ്പം അങ്ങനെ 2 പേർ കൂടെ ആലപ്പുഴയാണ് ഇത് നടക്കുന്നത്, മത്സരം നടക്കുന്നത്. അപ്പോൾ പിന്നൊരു മത്സരമൊക്കെ വെച്ചു, എങ്കിലും ആരും പോയില്ല. എന്തായാലും 2 പേർക്കും മത്സരിക്കാനുള്ള അവസരം കിട്ടി. നമുക്ക് ആരെയും അതിനകത്ത് കുറ്റം പറയാനൊന്നും സാധിക്കില്ല. അതിനുശേഷം പ്രീ ഡിഗ്രി
പ്രീ ഡിഗ്രിക്ക് എവിടെയാണ് പഠിച്ചത്? പേടിഗിരി പരിമല പമ്പ കോളേജിൽ അച്ഛൻ്റെ കോളേജിൽ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി. അപ്പോൾ അച്ഛനും താങ്കളുടെ അധ്യാപകനായിരുന്നു? ഇല്ല, അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. അച്ഛൻ ഈ ഇടയ്ക്ക് പലപ്പോഴും ആളില്ലാത്തപ്പം ഈ പ്രാക്ടിക്കലിനൊക്കെ കൊണ്ടുപോകും. ഈ കുറച്ച് അപ്പം എന്നിട്ട് പറയും, നീ ടെസ്റ്റ് ട്യൂബും ബ്യൂററ്റൊക്കെ എടുത്ത് കുറച്ച് നേരം കളിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് എന്ന് പറയും. പക്ഷേ അച്ഛൻ അങ്ങനെ എൻ്റെ ചാർജ് ഉണ്ടായിരുന്നത് ചിറ്റപ്പനാണ്, കെമിസ്ട്രിയുടെ. ചിറ്റപ്പൻ രഘുനാഥ വർമ്മ അതായിരുന്നു ചാർജ്. കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ ചാർജ്, ഫിസിക്സിൻ്റെ ചാർജ് ഇവിടെ ഉണ്ണികൃഷ്ണൻ സാറെന്ന് പറയും. അറിയാം, ഉണ്ണിസാറെന്ന് പറയും. അപ്പോൾ പ്രീ ഡിഗ്രി കാലയളവിൽ ഈ കൊട്ട് യൂത്ത് ഫെസ്റ്റിവൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പരിപാടി പോയിട്ടുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഈ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ ഈ പെർക്കഷൻ ഈസ്റ്റേൺ ഓർ വെസ്റ്റേൺ അന്നങ്ങനെ. ഇപ്പം കേരള യൂണിവേഴ്സിറ്റി വ്യത്യാസം വന്നു. കേരള യൂണിവേഴ്സിറ്റി ഇപ്പോൾ തായമ്പക, ചെണ്ടമേളം രണ്ട് ഐറ്റം വേറെ ഒരു ഉൾപ്പെടുത്തി. അത് ഞാൻ അവിടെ മാർക്കിടാൻ പോയിട്ടുമുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പോഴും ഗാന്ധി യൂണിവേഴ്സിറ്റി അത് വന്നിട്ടില്ല. എന്നാൽ ഈ ചെണ്ടയും കഥകളിയും കഥകളി മദ്ദളവും പാട്ടും ഒക്കെ പഠിപ്പിക്കുന്ന കോളേജുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. RLB കോളേജിൽ എല്ലാം ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. പക്ഷെ അത് അവർ ഒരു മത്സരമായിട്ട് പ്രത്യേകമായിട്ട് മാറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൃദംഗക്കാരുടെ കൂടെ പോയിട്ട് 10 അല്ല നമ്മൾ മോശമായിട്ടല്ല പറഞ്ഞത്. പക്ഷേ മാർക്ക് ഇടുന്നവർ മൃദംഗക്കാരും അതൊക്കെ ആവുമ്പോഴേ അത് ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ട്. ഡിഗ്രി കാലയളവിൽ അതിനുശേഷം ആണ് താങ്കൾ കലാമണ്ഡലത്തിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ആ ഒരു സംഗതിയിലേക്ക് നമ്മൾ തിരിച്ചു വരിക. ഇനി താങ്കളുടെ കലാമണ്ഡല പ്രവേശത്തെക്കുറിച്ചാണ് ഇനി സംസാരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ പത്രത്തിൽ പരസ്യം കാണുന്നു, അപേക്ഷിക്കുന്നു, അങ്ങ് കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നു. അങ്ങനെയായിരുന്നു അതോ എങ്ങനെയായിരുന്നു അവിടുന്ന് ക്ഷണക്കത്ത് വന്നത്? ക്ഷണക്കത്ത് വന്നു, അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് ചെല്ലുക, കാര്യങ്ങളോടൊന്ന് പ്രേക്ഷകരുമായിട്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആശാൻ പറഞ്ഞു, മൂസേട്ടൻ പറഞ്ഞു തന്നു, ഞാനല്ല പഠിപ്പിച്ചത്, എൻ്റെ ശിഷ്യനാണെന്ന് പറയരുത്, കൃഷ്ണൻ ചേട്ടൻ്റെ ശിഷ്യനെന്ന് പറഞ്ഞാൽ മതി. കാരണം ആശാനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഉണ്ണികൃഷ്ണ ആശാൻ. അത് എന്നോട് ആദ്യം ചോദിച്ചു. എനിക്കിപ്പോഴും അനന്തക്കൂർ കൊട്ടാനാണ് പറഞ്ഞത്. ഞാനത് കഷ്ടിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടി കാണിച്ചു, അത്രേ ചോദിച്ചിട്ടുള്ളൂ, വേറൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ താങ്കൾ സെലക്ട് ചെയ്യപ്പെട്ടു. പിന്നെ അവിടുത്തെ പഠനം, അവിടെ ചെല്ലുന്ന സമയത്ത് ഇന്ന് യൂണിവേഴ്സിറ്റി ആയിരുന്നല്ലോ, അന്ന് യൂണിവേഴ്സിറ്റി ഒന്നുമില്ല. അപ്പോൾ അന്നത്തെ ആ ഒരു ഭരണ രീതികൾ, അത് ഒരു വിദ്യാർത്ഥിയിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതൊക്കെ ഒന്ന് പങ്കുവെക്കുക. അത് അങ്ങയുടെ സഹപാഠികൾ, അതുപോലെ അവിടുത്തെ ഹോസ്റ്റൽ ജീവിതം. എന്തായാലും ഇത്രയും ദൂരത്ത് പോയി താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ താമസിച്ചേ പറ്റൂ. അപ്പോൾ താമസിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റൽ ജീവിതത്തെക്കുറിച്ച്. കലാമണ്ഡലത്തിൽ അങ്ങനെ 93 ജൂലൈയിൽ മറ്റാണ് അവിടെ മാസം ഉളപ്പോണ്ണയാണ് ചെയർമാൻ. അവിടെ ചേർന്നു. അങ്ങനെ അവിടെ ചെന്ന് അവിടെ താമസവും തുടങ്ങി. കുറച്ച് ദിവസമൊക്കെ സെക്രട്ടറി അന്ന് ശങ്കരൻകുട്ടി സാറായിരുന്നു എന്ന് സംശയമുണ്ട്. നമ്മുടെ പന്തളം സുധാകരൻ മന്ത്രി, അദ്ദേഹത്തിൻ്റെ ഫാദറിലോ പന്തളം സുധാകരൻ ആയിരുന്നു എന്നൊരു സംശയമുണ്ട്. ഉളപ്പോണ്ണയായിരുന്നു ചെയർമാൻ.
അത് കഴിഞ്ഞ് ഒളപ്പമണ്ണ അതിനിടയ്ക്ക് മരിച്ചതിന് ശേഷമാണ് VS ശർമ്മ സാറ് നമ്മുടെ ഹരിപ്പാടുള്ള VS ശർമ്മ ചെയർമാനായിട്ട് വന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ അന്ന് ആദ്യത്തെ വർഷം വിജയ് ശാസന പഠിപ്പിക്കുക. അപ്പം ഞാനിവിടുന്ന് ആദ്യത്തെ ഇവിടുന്ന് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ട് തായമ്പകയും കേളിയും ഒക്കെ പഠിച്ചിട്ട് പോയതുകൊണ്ട് ഞാൻ ഏകദേശം ആദ്യത്തെ സിലബസ് ഏകദേശം ഏതാണ്ട് ഒരു 1.5 മാസം കൊണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുക അവിടെ ഇങ്ങനെ. താങ്കളുടെ സഹപാഠികൾ ആരൊക്കെയായിരുന്നു കൂടെ? എൻ്റെ കൂടെ 3 പേര്, ഞങ്ങൾ 3 പേരായിരുന്നു. ഒന്ന് കോട്ടയത്തുള്ള പുരുഷോത്തമൻ, കലാമണ്ഡലം പുരുഷോത്തമൻ. ഇപ്പോൾ അദ്ദേഹം മേള ഫീൽഡിൽ വലിയ പ്രശസ്തനായൊരു മേളക്കാരനൊക്കെയാണ് കോട്ടയം ഭാഗത്ത്. പിന്നെ ഒന്ന് കലാമണ്ഡലം കേശവൻ കുട്ടി എന്ന് പറയും. അദ്ദേഹം പാലക്കാട് തത്തമംഗലം. അദ്ദേഹവും മേളവും തായമ്പൊക്കെയായിട്ട്. അപ്പോൾ ഈ കഥകളി ഫീൽഡിൽ നിൽക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതുപോലെ വേഷക്കാരൊക്കെ അല്ലേ അത് ഈ കൂടെ പഠിച്ച അന്നത്തെ എങ്ങനെ ഇന്നത്തെ പോലുള്ള ഒരു സ്കൂൾ സമ്പ്രദായം അന്നുണ്ടായിരുന്നു? അത് എങ്ങനെയായിരുന്നു അവിടുത്തെ വിദ്യാഭ്യാസം? അന്ന് സ്കൂളുണ്ട് ഇവിടെ, കഥകളി ആർട്ട് ഹൈസ്കൂൾ ഉണ്ട്. അവർ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയുള്ള ഞങ്ങളുടെ ബാച്ചിൽ അങ്ങനെയല്ല. കാരണം ഞങ്ങൾ ഡിപ്ലോമ അതിനു മുമ്പ് AHLC എന്ന് പറഞ്ഞിട്ട് ആർട്ട് ഹൈസ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചവരാണ്. ഇപ്പം ആ കൂട്ടത്തിൽ പഠിച്ചത് ഇപ്പം നമ്മുടെ ചണ്ട വിനോദ് ഷൺമുഖൻ അവരൊക്കെ ആ ഒരു രീതിയിൽ പഠിച്ചവരാണ്. ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് SSLC ഒക്കെ കഴിഞ്ഞിട്ടല്ലേ, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നവരല്ലേ. ഞങ്ങൾ 3 പേരും അതെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നവരാണ്. ഔപചാരിക വിദ്യാഭ്യാസം താങ്കളുടെ ഈ കലാപ്രവർത്തനങ്ങളിൽ എത്ര കണ്ട് ഒരു മുന്നോക്കാവസ്ഥയിലേക്ക് വരാൻ എത്ര കണ്ട് സഹായിച്ചിട്ടുണ്ട്? അതായത് ഇപ്പം നമ്മുടെ ഒരു അക്കാഡമിക് വിദ്യാഭ്യാസം, ഇപ്പോൾ കോളേജ് വിദ്യാഭ്യാസം വരെ താങ്കളൊരു അക്കാഡമിക് ലെവലിൽ പഠിച്ചു. അതിനുശേഷം തികച്ചും വ്യത്യസ്തമായ ഒരു കലാമേഖലയിലേക്ക് ഉള്ള ഒരു പ്രയാണമാണ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു പൊരുത്തക്കേട് സംഭവിച്ചിട്ടുണ്ടോ, അതോ ഇതിനെ സംയോജിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇത് പൊരുത്തക്കേട് സംഭവിച്ചിട്ടുണ്ട്. ഇത് സംയോജിപ്പിച്ച് കൊണ്ടുപോയ ആൾക്കാരുമുണ്ട്. ഇപ്പം ഞാൻ ഇപ്പം മാങ്കുളം കൃഷ്ണ അദ്ദേഹം ഇത് രണ്ടും കൂടെ സൈമൾട്ടേനിയസിൽ കൊണ്ടുപോയിട്ട് ആളാണ്. ഇത് ബയോകെമിസ്ട്രി, അത് ഇതുമായിട്ട് കലയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ബയോകെമിസ്ട്രി ആ മേഖലയിൽ PhD എടുത്തു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതുപോലെ ഏറ്റുമാനൂർ കണ്ണൻ ചേട്ടനെ, ഇപ്പം ഏറ്റുമാനൂർ കണ്ണൻ ചേട്ടൻ പിന്നെ മലയാളത്തിലാണ് അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ PhD തീസിസ് ഉത്ഭവൻ രാവൻ്റെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു. വേണു സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ, തിരുവനന്തപുരം ഡോക്ടർ P വേണുഗോപാൽ അദ്ദേഹമായിരുന്നു അതിൻ്റെ അതും എനിക്കറിയാം. പക്ഷേ ഇത് സൈമൾട്ടേനിയസ് കൊണ്ടുപോകുകയെന്ന് വെച്ചാൽ വലിയൊരു ജോലിയാണ്. അത് എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല. എനിക്ക് കുറേയൊക്കെ പറ്റിയിട്ടുണ്ട്, കുറേ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഈ പരീക്ഷ എഴുതാനൊക്കെ പോകുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഇതിലാണ് തോറ്റുപോയത്. മെയിൻ പരീക്ഷ 35 മാർക്ക് വേണം മലയാളം മെയിൻ പരീക്ഷയ്ക്ക് ജയിക്കാൻ. എനിക്ക് 33 മാർക്കാണ് കിട്ടിയത്. ആ പേപ്പർ നമുക്ക് 2 മാർക്ക് കൂടെ തന്നിരുന്നെങ്കിൽ ഞാനെങ്കിൽ ഇറങ്ങി ജയിച്ചു പോയതിന്. അപ്പം എനിക്കൊരു ഇൻസ്പിറേഷൻ ആവുമായിരുന്നു. അപ്പം അങ്ങനെ അത് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അത്. അപ്പോൾ ഈ കലാമണ്ഡല പഠനകാലത്ത് അവിടുത്തെ ഹോസ്റ്റൽ ജീവിതം, നമ്മൾ പുറമെ കലാകാരന്മാരുടെ ഒരു ലോകമാണല്ലോ കലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ കലാമണ്ഡലത്തിലെ ഈ ഹോസ്റ്റൽ ജീവിതത്തെക്കുറിച്ച് അങ്ങയുടെ ഒരു ഓർമ്മകൾ എന്തൊക്കെയാണ്? എങ്ങനെയായിരുന്നു അവിടുത്തെ ആഹാര രീതികൾ, അതുപോലെ അവിടുത്തെ ചിട്ടപ്രധാനമായ ജീവിതം? മറ്റുള്ളവർ പുറത്തുനിന്ന് നോക്കുമ്പം ഒരു ദിവ്യത്വം എപ്പോഴും ഈ കലയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, കലാകാരന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അവരെ വളരെ ആദരവോടുകൂടി നമ്മൾ കാണുകയും ചെയ്യുന്നു.
എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഹോസ്റ്റൽ ഉത്തരം ജീവിതം എന്ന് കഴിഞ്ഞാൽ അന്നൊക്കെ ഈ പറഞ്ഞോട്ട് രാവിലെ കഞ്ഞിയാ, ആ ഉച്ചകാലത്ത് കഞ്ഞിയുടെ ഒപ്പം നെയ്യുമൊക്കെ ഉണ്ടാവും, അത് കഴിക്കും. ഉച്ചയ്ക്ക് ചോറ്, രാത്രി ചോറ്. ഹോസ്റ്റൽ ഭക്ഷണം അതാണ്. ഇപ്പോൾ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. മെസ്സും പിന്നെ ഇപ്പോൾ അധ്യാപകരുടെ പ്രത്യേകിച്ച് ക്യാൻറ്റീനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിയുന്നില്ല. ഇത് കുറേ കഴിയുമ്പോൾ മടുക്കും. ഒന്നാമത് ഈ പറഞ്ഞിട്ട് രാവിലെ കഞ്ഞി കൂടി എണീക്കണമെങ്കിൽ തന്നെ ഈ പറഞ്ഞിട്ട് സാധനം കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ഒന്ന് ഉറങ്ങും. അപ്പോൾ അതൊന്ന് ചോദിക്കട്ടെ, എൻ്റെ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. അതായത് സാധകം എത്ര മണിക്ക് ആരംഭിക്കും, അതെത്ര സമയം നീണ്ടു നിൽക്കും, അതിനുശേഷമുള്ള ബാക്കി പഠനങ്ങൾ, ഇതൊക്കെ ഒന്ന് പങ്കുവയ്ക്കും. സാധകം സാധാരണ 4:30 തുടങ്ങി 6:30 വരെ എന്നാണ്. ആശാനാണത് 7-7:45 വരെ നിൽക്കും. ആശാനാണെങ്കിൽ 7:30 വരെയൊക്കെ നിൽക്കും. ഇത് കഴിഞ്ഞ് ഉറങ്ങണം, അത് മസ്റ്റാണ്. ഞാൻ കോട്ടയ്ക്ക് സാധനം അവിടെ പോകുമ്പോൾ 4 മണിക്ക് 4:30 4 മണിക്ക് തുടങ്ങും. 6:30 വരെ സാധക. 6:30 മണിക്ക് വന്ന് സാധകം കഴിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് ആകെ ഒന്ന് മുറുക്കി ഉടകം പോലെ കൂട്ടി മുറുക്കി കഴിയുമ്പോഴത്തേക്ക് ആകെ തിരിയും. ശകലം ചായയും കുടിച്ചിട്ട് ഒരു കുപ്പി വെള്ളവും കുടിച്ചിട്ട് അവിടെ കിടപ്പാ. അവിടെ 8:30 പിന്നെ വീണ്ടും ക്ലാസ്സിന് പോകണം. കല്യാണത്തിന് പിന്നെ 10 മണിക്ക് പോയാൽ 9:30, ആദ്യം 10 പിന്നെ അത് 9:30 10 മണിക്ക് പോയാൽ മതി. നമ്മൾ വയ്യാതാവും. ഈ ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ മുറുക്കൊക്കെ അനുവദനീയമാണോ? മുറുക്കൊക്കെ അനുവദനീയമാണോ വിദ്യാർത്ഥി ജീവിതത്തിൽ? അനുവദനീയമാണെന്ന് ചോദിച്ചാൽ അനുവദനീയമല്ല, പക്ഷേ നമ്മൾ അനുവദനീയമാക്കുകയാണ്. എന്തായാലും കലാമണ്ഡലത്തിൽ താങ്കളുടെ ജീവിതം എത്ര വർഷം അവിടുത്തെ പഠനം തുടർന്നു? അതിനുശേഷം 5 വർഷം. 5 വർഷം. 5 വർഷം, 4 വർഷം ഡിപ്ലോമയും 1 വർഷം പോസ്റ്റ് ഡിപ്ലോമയും. 5 വർഷത്തെ പഠനത്തിന് ശേഷമാണ് കലാമണ്ഡലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ആ സമയത്ത് കലാമണ്ഡലത്തിൻ്റെ വേദിയിൽ തന്നെ ധാരാളം കളികൾ ഉണ്ടായിരുന്നിരുന്നല്ലോ. അതിലൊക്കെ പങ്കെടുക്കുകയും പുറത്തുള്ള കളികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് സ്വന്തം നാട്ടിൽ അത്തരത്തിലുള്ള ഒരു അവസരം താങ്കൾക്ക് ലഭ്യമായോ? അതെങ്ങനെയാണ്? നാട്ടിലും അങ്ങനെ പറയുന്ന ഒരുപാട് കളികൾ പങ്കെടുത്തിട്ടുണ്ട്, കലാമണ്ഡലത്തിൻ്റെയും നാട്ടിലും അല്ലാതെയും. ഇവിടുന്ന് ഏതായാലും അങ്ങ് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞാണല്ലോ കലാമണ്ഡലത്തിലേക്ക് പോകുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഇവിടെ വെച്ച് എങ്ങനെയായിരുന്നു അതിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ രീതികൾ? ആരാണ് കൂടെ? ഇവിടെ വെച്ച് അരങ്ങേറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ചെണ്ട പഠിക്കാൻ തുടങ്ങിയത്. 7, 8, 6, 7, 8 6ാം ക്ലാസ് പകുതി. അതുവരെയൊന്നും ആരും ഒന്നും ഈ പറഞ്ഞുകൊണ്ട് കാര്യമായിട്ടൊന്നും പഠിപ്പിക്കും. ഇപ്പം വാരണാസിയാശാനാണേലും അദ്ദേഹം പഠിപ്പിക്കും, പക്ഷെ അദ്ദേഹം ഈ ചെണ്ടക്കൂലി എത്തുന്ന തിരക്കിലും പശുവിന് പുല്ലരിയുന്ന തിരക്കിലും പക്ഷേ ഇതൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. എവിടെ ഇരുന്നിട്ടായാലും അവർ ശ്രദ്ധിക്കും. അത് ഒന്നുകൂടെ കൊട്ടെ അവിടെ നിന്ന് വിളിച്ച് പറയും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചെയ്ത് ഇതായിട്ട് പിന്നീട് മൂസേട്ടൻ ആണ് എന്നെ തായമ്പക പഠിപ്പിക്കുന്നതും. ആദ്യം തുടങ്ങിയത് വാരണാസിയാശാൻ തന്നെ. അതും ഒരു നമ്മുടെ ദുർഗാഷ്ടമിയുടെ അന്ന് പുസ്തകം പൂജ വെച്ചിട്ട് ഇപ്പോൾ അവിടെ നിന്ന് കേളി കേൾക്കാൻ പോകണം. അവിടെ കേളിയുണ്ട് അദ്ദേഹത്തിൻ്റെ. വീട്ടിൽ പോയിട്ട് മഠത്തിലോട്ട് വരാൻ പറഞ്ഞു. അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് പുസ്തകമൊക്കെ പൂജ വെച്ചിട്ടാണ് അവിടെ നടാടെ തായമ്പക തുടങ്ങുന്നത്. അവിടുന്ന് അദ്ദേഹം തന്നെയാണ്, വാരണാസിയാശാൻ തന്നെയാണ്. പിന്നെ അത് എന്നെ കൂടുതൽ പഠിപ്പിച്ചത് മൂസേട്ടനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 8ാം ക്ലാസ് 9ാം ക്ലാസ് ഇപ്പോൾ ഈ ഒരു യൂത്ത് ഫെസ്റ്റിന് പോകണം. അപ്പോഴത്തേക്ക് കഷ്ടിച്ച് ഒരു കുട്ടി തായമ്പക കൊട്ടാറായിട്ടുണ്ട്. അന്നേരം
ഒരരങ്ങേറ്റം പോലെ മണ്ണൂർമഠത്തിൽ ശിവക്ഷേത്രത്തിൽ വെച്ചിട്ട് അരങ്ങേറ്റം നടത്തി. അത് കഴിഞ്ഞ് എൻ്റെ മെയിനായിട്ടൊരു അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ കലാമണ്ഡലത്തിലും മാവേലിക ക്ഷേത്ര അമ്പലത്തിലെ സപ്താഹത്തിനുമാണ് ഉണ്ടായത്. കലാമണ്ഡലത്തിലെ അരങ്ങേറ്റം എന്ന് പറയാൻ അതിന് മുമ്പേ നമ്മൾ സ്റ്റേജിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിലും അരങ്ങേറ്റം വെല്ലാമശാനാണ് അവിടെ ചെണ്ട എടുത്ത് തന്നത്, കലാമണ്ഡലം വെല്ലാമശാൻ. അപ്പം അതുപോലെ മൂസാശാൻ അവിടെ അധ്യാപകനായിരുന്നല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ, പിന്നെ ഉണ്ണികൃഷ്ണാശാൻ, ഇവരെല്ലാം അവരെയൊക്കെ ഒന്ന് അനുസ്മരിച്ചാൽ പ്രേക്ഷകർക്ക്. മൂസേട്ടനെ സംബന്ധിച്ച് എനിക്ക് ഒരു ആശ എന്നുള്ള രീതിയിലല്ല ഞാൻ, കാരണം എനിക്കിപ്പോഴും പറയുമ്പോൾ വലിയ മൂസേട്ടൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെയാണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിങ്ങനെ കലാമണ്ഡലത്തിൽ വന്നിട്ട് ഇങ്ങനെ മൂസാശ എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ വിളിച്ചുകൊണ്ടിരുന്നൊക്കെ വിളിച്ചാൽ മതി, മൂസേട്ട അങ്ങനെ തന്നെ വിളിച്ചിട്ട് ശീലിച്ചിട്ടുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ ബെല്ലാമശാനെ പിന്നെ ബെല്ലാമട്ടാന്ന് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു ഒരു കാലത്ത്. കാരണം ഞാനത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് മൂസേട്ടൻ ആശാനാണ് എന്നെ മേളപ്പതുമൊക്കെ പഠിപ്പിക്കുന്നത്. മേളപ്പത്തിൻ്റെ ആദ്യ എണ്ണങ്ങളും കാര്യങ്ങളൊക്കെ അന്ന് ആശാൻ വാഴയങ്കട നരസിംഹ സ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. ഞാൻ ആനവങ്ങാട്, അമ്മയുടെ വീട് ആനവങ്ങാടാ, അവിടെ ചെന്ന് നിൽക്കുമ്പോൾ പകലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാഴയങ്കടയ്ക്ക് പോവും. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ വെല്ലമെട്ടാന്നൊക്കെ വിളിക്കാം. നമുക്കിത് ഇങ്ങനെ ഒരു നമ്മളെ ജീവിതം ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പിന്നെയാണ് ഞാൻ മാറ്റി. പക്ഷേ മൂസേട്ടനെ പിന്നെ എപ്പോഴും മൂസേട്ടൻ തന്നെ വിളിച്ച് ശീലിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ മേളപ്പത്തിലെ 15 എന്നെ പഠിപ്പിച്ചത് ബെല്ലാമശാനാണ് ആദ്യം. അത് കഴിഞ്ഞൊക്കെയാണ് പുറപ്പാട് തന്നെ പഠിക്കുന്നത്. അപ്പം പിന്നെ ആശാൻ, ഉണ്ണിശാശാൻ്റെ ക്ലാസ്സിൽ ഞാൻ കലാമണ്ഡലത്തിൽ 2ാം വർഷവും 4ഉം 5ഉം വർഷം പഠിപ്പിച്ച ആശാനാണ്. അപ്പം ആശാൻ്റെ ഒരു അധ്യാപന രീതി മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഗുരുനാഥന്മാരെ ബഹുമാനപൂർവ്വം ഒന്ന് താരതമ്യം ചെയ്യുന്നുണ്ട്. മൂസേട്ടനാണെ അടിക്കില്ല, അടിക്കില്ല. മൂസേട്ടന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ മുട്ടെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയി ഒന്ന് മുറുക്കിയിട്ട് വരും. മുറുക്കിയിട്ട് വന്ന് പിന്നെ മൂസേട്ടന് ദേഷ്യമില്ല. ബെല്ലാമശാൻ പിന്നെ അടിക്കുകയൊന്നുമില്ല. ഓരോ വാക്കുകൾ പറഞ്ഞിട്ട് നമ്മളെ മാനസികമായിട്ട് ഈ പറഞ്ഞോട്ട് തളർത്തും. അതായത് കുഴപ്പമില്ല ആശാൻ, അത് തളർത്തുകയല്ല, വേദനിപ്പിക്കാൻ മാനസികമായിട്ടൊന്നും വേദനിപ്പിക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആശാൻ്റെ ചില വാക്കുകൾ നമുക്ക് എന്തിനായിരുന്നു ഇത് പഠിച്ചാൽ പോരായിരുന്നോ എന്ന് തോന്നത്തില്ല. ഉണ്ണിശാശാൻ പിന്നെ ഒന്നുമല്ല, ഇന്ന് കുട്ടി നാളെ കൊട്ടുകേപ്പിച്ചില്ല, ചിലപ്പം ആശാൻ നല്ല അടി തരും. അത് നമുക്ക് അടി പേടിയുണ്ടെങ്കിൽ ആശാൻ, എൻ്റെ ഒരു ചെണ്ടക്കോൽ ആശാന എൻ്റെ പുറത്ത് അടിച്ച് ഓടിച്ചിട്ടുണ്ട്. അതായത് തായമ്പഴ കൊട്ടുമ്പോൾ തായമ്പ കൊട്ടുമ്പോൾ ആ കാലത്തിൽ ആശാൻ കുട്ടിക്കുക അത്രയും. അപ്പോൾ എന്തായാലും പല ഗുരുനാഥന്മാരിലൂടെ വന്ന ഉണ്ണികൃഷ്ണാശാനിൽ താങ്കൾ എത്തിച്ചേരുകയാണ് 5ാം വർഷം. അതായത് 2ാം വർഷവും 4ഉം 5ഉം വർഷം അദ്ദേഹം പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം അതിനുശേഷം അതായത് കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പിന്നീട് കുറച്ചു കാലം കോട്ടക്കൽ. ഇല്ല, അതല്ല, അത് കോഴ്സ് കഴിഞ്ഞിറങ്ങി ഇവിടെ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളെ കയ്യിൽ ഇതൊന്നുമല്ല, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞത്. ഇനി നമ്മളെന്തെങ്കിലുമൊക്കെ ആയിപ്പെടണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ അതല്ല പരിചയം കൊണ്ടും തൊഴിൽ കൊണ്ടും
അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു കഥകളിക്ക് പോകുന്നത്. അന്ന് മിടുക്കൻ ചേട്ടനുണ്ട്, നമ്മുടെ കുറു വാസുവെന്നും അദ്ദേഹമുണ്ട്. ഞങ്ങളെ ചന്ദ്രശേഖരാശാൻ്റെ ഇരിക്കുന്ന ചന്ദ്രശേഖരാശാൻ്റെ ഒരു ഗീജബോധം ഇവിടെ കഞ്ഞിപ്പാടത്ത്. അവിടെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അച്ഛനെ കുറച്ച് കാലത്തേക്ക് അവിടെ ഒന്ന് പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതെന്താ, പഠിക്കാമല്ലോ, താമസ സൗകര്യവും നമുക്ക് നോക്കണം, ഭക്ഷണത്തിനോട് നമുക്ക് വേണം റെഡി. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇളയ അനിയൻ, അദ്ദേഹം കോട്ടക്കിൽ ഈ PSP നാട്യസംഗീത തൊട്ടപ്പുറത്തെ വീട്ടിൽ കിഴക്കേവാര്യത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായി. അപ്പോൾ അവിടെ പോയി ഞാൻ 3-4 വർഷം 3 മാസം പഠിച്ചു. പ്രത്യേകിച്ച് പ്രസാദേട്ടൻ്റെ കീഴിൽ. പ്രസാദേട്ടനാണ് എന്നെ, പിന്നെ പനമണ്ണ ശശിയേട്ടൻ, പിന്നെ വിജയരാഘവനും ഞാനും പിന്നെ ഒരേ ബാച്ച്, ഞങ്ങൾ ഏകദേശം ഒരേ പ്രായക്കാരൊക്കെയാണ്. വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ പ്രസാദിൻ്റെ അടുത്ത് കുറച്ച് കാലം, അത് സാധകമായിട്ടൊക്കെയാണ് ഉദ്ദേശിച്ച് പോയതെങ്കിലും, അതുകൊണ്ട് അവിടുത്തെ കളരി കൊട്ടാനും അവരുടെ ചടങ്ങുകളൊക്കെ മനസ്സിലാക്കാനൊക്കെ എനിക്ക് ഒരു ഭാഗ്യമുണ്ടായി. പ്രധാനമായിട്ടും ഇത് ഇവിടെ 4:30 സാധകം തുടങ്ങുന്നു, അവിടെ 4 മണിക്ക് തുടങ്ങുന്നു. അപ്പോൾ ഇതിനെ രണ്ടിനെ ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു വിലയിരുത്തൽ, അത് പൂർണ്ണമായിട്ട്? അല്ല, സാധകം എവിടെ ചെയ്താലും അവനവൻ ചെയ്താലേ പ്രയോജനമുള്ളൂ. ഇപ്പോൾ കോട്ടക്കൽ ചെയ്താലും നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്താലും അല്ലാണ്ട് ചെയ്താലും നമ്മൾ സാധകം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടും, അത്രേ. അല്ലെങ്കിൽ അത് കിട്ടില്ല. അത് നമ്മൾ മെനക്കെട്ട് ചെയ്താൽ തന്നെ, നമ്മുടെ ശരീരം മെനക്കെടുത്തി തന്നെ ചെയ്താലേ അതിന് പ്രയോജനമുള്ളൂ. അതിപ്പോൾ ഇന്ന സ്ഥലത്ത് ചെയ്യുന്നു എന്നുള്ളതിനകത്ത് ഒരു പ്രാധാന്യം ഇല്ല എന്നർത്ഥം. ശരി. അപ്പോൾ അതിനുശേഷം ഈ കോട്ടക്കൽ പഠനത്തിന് ശേഷം ധാരാളം കളികളിൽ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങക്ക് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രധാനമായിട്ടും ലഭിച്ച അംഗീകാരങ്ങളെക്കുറിച്ചൊക്കെ കൂടി. അംഗീകാരങ്ങൾ നമ്മുടെ ഇത് കഴിഞ്ഞത് ഇപ്പോൾ പ്രത്യേകിച്ച് പല സമിതികൾ തരുന്ന അംഗീകാരങ്ങളാണ് കൂടുതൽ. പിന്നെ ഏവൂര് പഠനക്കളരി അവരുടെ ഒരു അംഗീകാരം തന്നു. ഇവിടെ കൊട്ടാരക്കര മൈലംകുളം നാഗരാജ വാദ്യവിദ്യ അവരുടെ ആദ്യത്തെ വാദ്യരത്നം പുരസ്കാരം എനിക്ക് തന്നത്. അപ്പം അങ്ങനെ കുറേ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ കോട്ടക്കൽ പഠനത്തിന് ശേഷം ഇപ്പം ധാരാളം കളികളിൽ പങ്കെടുത്തു. അങ്ങനെ ഇരിക്കെ ഇവിടെ അമ്പലപ്പുഴയിൽ സന്ദർശൻ കഥകളി വിദ്യാലയം, അവിടെ കുറേ കാലം അധ്യാപകനായിട്ട് ഉണ്ടായിരുന്നല്ലോ. അവിടെ അധ്യാപനം നടത്തുന്നതിന് മുൻപ് വേറെ എവിടെയെങ്കിലും നടത്തിയിരുന്നോ, അല്ലെങ്കിൽ നേരിട്ട് അവിടേക്ക് തന്നെയായിരുന്നോ എത്തിച്ചേർന്നത് എന്നുള്ളതിനെ? അല്ല, ഞാൻ അധ്യാപനം തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആദ്യമായിട്ട് നവരംഗം മയ്യനാട് നവരംഗം അന്ന് അദ്ദേഹത്തിൻ്റെ തിരുമേനിയുള്ള സമയത്താണ്. അവിടെയാണ് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് പേരെ ഇവിടെയൊക്കെ പഠിപ്പിച്ചു. പിന്നെ ഇവിടെ അധികം ഈ പഠനമായിട്ട് വലിയ പരിപാടികളൊന്നും അധികം ഉണ്ടായിട്ടില്ല ഈ സന്ദർശനിൽ. കാരണം അവിടെയൊക്കെ ഉള്ള കലാകാരന്മാരൊക്കെ പഠിച്ചവരാ. അവിടെ ചൊല്ലിയാട്ടം ആയിരുന്നു അധികം നമ്മുടെ ജോലി. അത് നമുക്ക് വലിയ നമ്മുടെ കലാപരമായിട്ട് വലിയൊരു നമുക്ക് മേന്മയുണ്ടാക്കിയൊരു സംഭവമാണ്. അപ്പോൾ അതാണ് വാസുപിഷാരടി ആശാൻ്റെ ചൊല്ലിയാട്ടം. കാരണം എൻ്റെ കളരി ജീവിതത്തിൽ അധികാലം കോട്ടക്കലുണ്ടായിരുന്നില്ലും വാസുപിഷാരടി ആശാൻ, MVS ആശാൻ, കളരി കൂട്ടിയിട്ടില്ല, സുബ്രഹ്മണ്യ ആശാൻ, ബാലസുബ്രഹ്മണ്യ ആശാൻ,
3 പേര് കഴിഞ്ഞാൽ പിന്നെ പിന്നെ കോട്ടക്കൽ വന്നു കഴിഞ്ഞാൽ ചന്ദ്രശേഖരാശാൻ്റെ ചൊല്ലിയാട്ടത്തിന് കൊട്ടിയുണ്ട്. പിന്നെ കേശവൻ കുണ്ടലായ ചൊല്ലിയാട്ടത്തിന് കൊട്ടിയുണ്ട്. അപ്പം ഇതൊക്കെ വിട്ടിട്ട് വേറൊരു രീതിയുള്ള ചൊല്ലിയാട്ടമാണ് വാസുഭിക്ഷാദി ആശാൻ്റെ. അത് നമുക്ക് പെട്ടെന്ന് ചിലപ്പം അത് നമുക്ക് മനസ്സിലാവില്ല അദ്ദേഹത്തിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ളത്. ചിലപ്പം അങ്ങനെയൊക്കെയുള്ള ചില കുറച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ടൊരു ചെറിയ സംഘർഷം ഉണ്ടായോ മാനസികമായി? ഇല്ലില്ല, ചിരപരിചിതമായ ഒരു മാറി സഞ്ചരിക്കും. ചിരപരിചയമല്ല, അതായത് ഒരു സംഘർഷം എന്നല്ല. വാസു ആശാൻ്റെ ചൊല്ലിയാട്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രീതി വ്യത്യസ്തം. പഴയ വാഴങ്കട കുഞ്ചനാരാശാൻ്റെ രീതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞിട്ട് 3-ാം ദിവസത്തെ ബാഹുവിന് ഒരു ശ്ലോകം പോലെ ഒരു കവിത പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം ചൊല്ലിയടിക്കുക 3-ാം ദിവസം. ഒരു സാധാരണ ഒരു കലാകാരൻ കാണിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ അദ്ദേഹം കാണിക്കുന്നത്. തന്നെ ഒരു ചെണ്ടക്കാരനെ നമുക്ക് ഫോളോ ചെയ്ത് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരു പ്രശസ്തനായ ചെണ്ടക്കാരനോട് പറഞ്ഞിട്ടുമുണ്ട്. വാസുആശാൻ്റെ വേഷം അത് അദ്ദേഹത്തിൻ്റെ 4-ാം ദിവസം ബൃഹന്നലയൊക്കെ കൊട്ടിയിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞു. അപ്പം ഈ പറഞ്ഞിട്ട് അവിടെയൊക്കെ വരുമ്പോൾ ചില സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും ചില ഭാഗത്ത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അത് ഈ സന്ദർശനത്തിലെ അധ്യാപനത്തിന് ശേഷം അവിടെയാണ് എനിക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടിയത്. അവിടെ നിന്നാണ് താനും. അപ്പം അതിനുശേഷം ഈ ഏവൂര് ഒരു കലാമണ്ഡലത്തിൻ്റെ തന്നെ ഒരു കളരി ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അവിടുത്തെ അധ്യാപനമായിട്ട് അങ്ങ് 4-5 വർഷം ഉണ്ടായി. അപ്പോൾ അവിടുത്തെ ഒരു അനുഭവം തിരിച്ച് ഏവൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ആശയമായി. ഇപ്പം അത് പൂട്ടിപ്പോയി. അത് കലാമണ്ഡലം പൂട്ടി. അത് ഒരു നല്ല ഇതായിരുന്നു. കാരണം കുറച്ച് കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും കഥകളിയുമായിട്ട് അടുപ്പിക്കാൻ അങ്ങനൊരു സംരംഭത്തിന് സാധിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം കലാപരമായിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്നൊക്കെ ഒരു കത്ത് വെച്ചിട്ടാണ് അവരത് പൂട്ടാൻ പാർട്ടി ഞാൻ കണ്ടതാണ്. അപ്പം അത് തുടർന്നത് തന്നെ. അപ്പം ഇത് കലാമണ്ഡലത്തിനും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും ഇല്ലാത്ത ഒരു സംരംഭമായിരുന്നു. കാരണം ഇതെല്ലാം സെൽഫ് ഫിനാൻസിങ്ങാണ്. കലാമണ്ഡലം കുറേ തുടങ്ങിയതിൽ ഏറ്റവും ലാഭമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളുടെ 70 ചെണ്ട കുട്ടികൾ വരെ ഉണ്ടായിരുന്നു ചെണ്ട പഠിക്കാൻ. ഏവൂര് ചെണ്ട പഠിക്കാൻ 70-40 പേര് വേഷം പഠിക്കാൻ. നമ്മുടെ എല്ലാ ചിലവും കഴിഞ്ഞിട്ട് കലാമണ്ഡലത്തിന് എന്തെങ്കിലും സാമ്പത്തികം അങ്ങോട്ട് കിട്ടിയാലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് പൂട്ടിപ്പോയത് ഒരു ചില വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്ന് അധ്യാപനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്ന് അധ്യാപനത്തിലേക്കുള്ള പരിണാമത്തെ നോക്കിക്കാണുന്നത്? ആദ്യമൊക്കെ വലിയ ദേഷ്യമായിരുന്നു. ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് വന്ന സമയത്തൊക്കെ കാരണം ഇഷ്ടംപോലെ അടി മേടിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പം എൻ്റെ ഒരു അനുഭവം ഞാനിപ്പോൾ പറയുന്നത്. അതിനകത്ത് മൈനാട് നവരംഗത്തിൽ ഒരു കുട്ടിയെ പഠിപ്പിച്ചു. അപ്പം എന്തോ പഠിപ്പിച്ചു, നല്ല അടിയും കൊടുത്തു. അപ്പം അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല, ലാൻഡ് ഫോണേ ഉള്ളൂ നവരംഗത്ത്. അന്ന് ഞാൻ അവിടെ കിടക്കും. അന്ന് ക്ലാസ് കഴിഞ്ഞ് അവിടെ കിടക്കും. പിറ്റേ ദിവസം രാവിലെ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ടേ പോരുള്ളൂ. ഒരു 8-8:30 മണിയായപ്പം ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ വിളിക്കുകയാണ്. നല്ല അടി കൊടുത്തിട്ടുണ്ട്. ക്ലാസ് ഇതുവരെ കഴിഞ്ഞില്ലേ സാറേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 6:30 ആയപ്പോൾ പോയല്ലോ, ഇതുവരെ എത്തിയില്ല.
ഇനി ഞാൻ ഇപ്പോൾ ഈ അടി മേത്തിങ്ങനെ പാടൊക്കെ കിടക്കുകയാണേ. എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സർപ്പക്കാവുണ്ട്. അവിടെ കയറി ഇരിക്കുക, ഈ അടി മേത്ത് കിടക്കുന്നത് വീട്ടിൽ ചെന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് തപ്പി ചെന്നപ്പോൾ 8:30 മണിക്കാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ അതോടെ ഞാൻ അങ്ങനെ ചില ഈ നമ്മൾ പെട്ടെന്ന് ഒരു ഇത് മാറുമ്പോഴത്തേക്ക് ഒരു ശകലം ബുദ്ധിമുട്ടുകൾ തോന്നും. അല്ല നമ്മളറിയാതെ തന്നെ ചിലത് വന്നു പോകും. പിന്നെ അത് പാകപ്പെടുത്തി വരണം, അത്രേ ഉള്ളൂ. ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം, കോട്ടക്കിൽ ധാരാളം കളികളിൽ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. ധാരാളമല്ല, ഉത്സവ കളിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു രീതികൾ അല്പം കൂടി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ. രീതികൾ കളരിയുടെ രീതികൾ. കളരി രാവിലെ സാധാരണ കഴിഞ്ഞാൽ 8 മണി 8:30 ആകുമ്പോൾ ഇവിടെ കളി തുടങ്ങും. 12:30 ആകുമ്പോൾ കഴിയും. പിന്നെ 3:30 മണിക്ക് വീണ്ടും ചൊല്ലിയാട്ടം തുടങ്ങും. അപ്പം ഈ കളരി സമ്പ്രദായത്തിൽ ചില ചിട്ടകളൊക്കെ ശകലം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഭൗതിക നിയോഗം കാലഘട്ടത്തിലെ മാതലിയുടെ ഇപ്പം അത് നടന്ന സാധാരണ 2ാം കാലത്തിലാണ്, അവിടെ 15 കാലത്തിലാണ്. 15 കാലത്തിൽ വട്ടം വെച്ച ലാശമുണ്ട്. ഈ 15 വട്ടം വെച്ച ലാശം കുട്ടി നമ്മൾ ശീലിക്കണം. ഈ അണന്ത 15 കാലത്ത് വട്ടം വെച്ച ലാശം കുട്ടി ഒരു താളവട്ടം തീരണേ 1 മണിക്കൂർ എടുക്കും. അപ്പം അത് അങ്ങനെ ചില വ്യത്യാസങ്ങൾ അത് പിന്നെ അതുപോലെ തന്നെ ഈ തെരനോക്കിൻ്റെ കാര്യത്തിലും ഈ നമ്മൾ ഇവിടെ അരങ്ങത്ത് അവർ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. പക്ഷേ കളരിയിൽ നമ്മൾ 2ാം കാലം തിരനോക്ക് ചെയ്യുന്നതിൻ്റെ നേരെ പകുതി കാലത്തിലാണ് അവർ ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് ചിലതെല്ലാം നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഈ 15 വട്ടം ജലാശയമൊക്കെ ഞാൻ പിന്നെ കൊട്ടി പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വട്ടം വെച്ച് കഴിഞ്ഞാൽ ഉടനെ ആട്ടവും തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒരു ശകലം ബുദ്ധിമുട്ട് പിടിച്ച പരിപാടികളാണ്. ഈ വടക്കൻ നാട്ടിൽ അങ്ങ് പഠിച്ചു, 2 സ്ഥലങ്ങളിൽ പഠിച്ചു. തെക്കൻ നാട്ടിലെ കഥകളിയിൽ കൂടുതലായിട്ട് പങ്കെടുക്കുന്നു, ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വടക്കും തെക്കും എന്നുള്ള ഒരു ഭേദം നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. കലാകാരന്മാരെല്ലാം ഒന്ന് തന്നെയാണ്. എങ്കിലും അരങ്ങ് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ തെക്കൻ ഭാഗത്തുള്ള എറണാകുളത്തിന് തെക്കാണോ? അങ്ങയുടെ ഒരു അനുഭവം എന്താണ്? ഈ അരങ്ങ് കൂടുതൽ എന്ന് ചോദിച്ചാൽ കൂടുതൽ അരങ്ങുകൾ കഥകളി നടക്കുന്നത് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കത് തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെയാണ്. എണ്ണം വണ്ണത്തിൽ അവിടെയല്ല. അത് കുറച്ച് അത് നല്ല കഥകളികൾ നടക്കുന്നത് ഇപ്പോഴും ഈ എറണാകുളം, കോട്ടയം ആ ഭാഗത്തൊക്കെയാണ് നല്ല കഥകളികൾ കൂടുതൽ നടക്കുന്നത്. ഇങ്ങനെ ഈ കഥകളിയിൽ തൃശ്ശൂർ ഭാഗത്തൊക്കെയാണ് നല്ല കഥകളി നടന്നത്. അത് നമുക്ക് നല്ല കഥകളികളാണ് വേണ്ടത്, അല്ലാതെ വെറുതെ കുറേ കളിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പം അങ്ങേക്ക് ഇത്ര നാൾ അരങ്ങ് പരിചയമുണ്ടല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥകളി വേഷം, ഏത് വേഷത്തിന് കൊട്ടാനാണ് കൂടുതൽ താല്പര്യം? അതുപോലെ ഏത് നടനോടൊപ്പം ആണ്? അങ്ങനെ വല്ല അങ്ങനെ എല്ലാവരുമായിട്ട് സഹകരിക്കേണ്ടി വരും ഒരു വാദ്യകലാകാരൻ എന്ന നിലയിൽ. എങ്കിൽ തന്നെയും നമ്മുടെ മാനസികമായ ഒരു അടുപ്പം ഏതെങ്കിലും വേഷം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എല്ലാ വേഷവും നമ്മൾ കൊട്ടുമ്പോൾ അതിനെ ഇഷ്ടപ്പെട്ടിട്ടേ പറ്റുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം അതാ. കുചേലവൃത്തത്തിൽ കൃഷ്ണനെ കൊട്ടിയാലും ഉണ്ണീസമയത്തിൽ ബ്രാഹ്മണന് കൊട്ടിയാലും കിർമീരവും ധർമ്മപുരം ഉത്ഭവത്തിനായാലും ഏതായാലും നമ്മൾ കൊട്ടുന്ന വേഷത്തിന് ആ വേഷത്തിന് നമ്മളൊന്ന് തയ്യാറെടുത്തിട്ടേ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഈ കിർമീരവധം ധർമ്മപുത്ര കൂട്ടുന്ന വലിയ
കൊട്ടിയിട്ടുമുണ്ട്. അതായത് ഇതൊന്ന് കൊട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇനി പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കൊട്ടുന്നതിൽ. പക്ഷേ ഇത് കുറച്ചൊന്നും മാനസികമായിട്ട് ചിന്തിക്കാതെ അത് കൊട്ടാൻ പറ്റില്ല. അത് വേഷക്കാരനും അതെ, മാനസികമായിട്ടൊന്നും ചിന്തിക്കാതെ ചെയ്യാനും പറ്റില്ല. ഒന്ന് നോക്കിയെങ്കിലും പോയാലേ പറ്റുള്ളൂ, എന്നാലേ ഒരു സമാധാനം. വേറെ ഇപ്പം ചില കഥകളാണെങ്കിൽ ഒന്നും വേണ്ട, നോക്കി പോയി കുട്ടിയാൽ മതി. നഴക്കൂത്തോ ഒരു പൂജാലവൃത്തായാലും ആരാ ഏതാണെന്നൊന്നും അന്വേഷിക്കാൻ പോലും വേണ്ട. പക്ഷേ നമ്മളങ്ങനെ തയ്യാറെടുത്ത് പോയി കൊട്ടേണ്ട ചില ഇതുണ്ട്. അപ്പോൾ അത് ആ കൂട്ടത്തിൽ പെടുന്ന ഒരു ഇത്. പിന്നെ ഇഷ്ടപ്പെട്ട വേഷക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്ത് പറയുന്നത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇഷ്ടപ്പെട്ട ഒരുപാട് വേഷക്കാരുണ്ട്, അവരൊക്കെ ആയിട്ട് സഹകരിച്ച് പോകും. പിന്നെ ആ ഇഷ്ടം ഉണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ മാതൃകയാക്കി വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പഠിക്കും. എന്തൊക്കെ ചെയ്യുന്നു എന്ന് പഠിക്കുക, അത് എങ്ങനെയൊക്കെ അയാൾ ചെയ്യുന്നു എന്നുള്ളത് പഠിക്കില്ല. അയാൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഇവിടെ വന്ന് കാണിക്കുകയും ചെയ്യും. പക്ഷെ ആ സമയത്ത് അത് എങ്ങനെയൊക്കെ ചെയ്തു എന്നുകൂടെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നൊരു വേഷക്കാരനാകുമ്പം നമുക്ക് പ്രവർത്തിച്ചു പോകാൻ ബുദ്ധിമുട്ടില്ല. കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളാകെ ഇതായി പോവും. എൻ്റെ ഒരു അഭിപ്രായം തന്നെ. കാരണം നമ്മളൊരു ഐഡിയ വെച്ചിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഐഡിയയ്ക്ക് അപ്പുറമായി പോവും. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ധാരാളം അരങ്ങുകളിൽ പങ്കെടുത്ത ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് കഥകളിയുടെ മേളത്തിന് എത്ര കണ്ട് പ്രാധാന്യം പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞ് ആസ്വദിക്കുന്നവർ എത്ര പേരുണ്ട്? ഇപ്പം ഒരു മേളം കഴിഞ്ഞു കൊള്ളാം എന്ന് പറയുന്നതും അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി അതിനെ അറിഞ്ഞാസ്വദിക്കുന്ന എത്ര പ്രേക്ഷകർ, അവരെ നമുക്ക് ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ല. അവരെ ഉള്ള ഒരു അനുഭവം കൂടി അത് ശരിയാണ്. പക്ഷെ ഈ ഭാഗത്ത് അങ്ങനെ മേളം അറിഞ്ഞാസ്വദിക്കുന്നവർ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകളിക്കാർക്കൊക്കെ അറിയാം. അതല്ലാതെ മേളം എന്താ കൊട്ടുന്നത്, നന്നായി എന്താ ഇങ്ങനെ കൊട്ടുന്നത്. ഇപ്പം ഈ ഒരു താടിത്തരം നോക്കുന്ന ഗിടുതാണ് അത് മാറ്റി തിരിച്ച് കൊട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തിരിച്ചു കൊട്ടുമ്പോൾ അത് കൊട്ട് ഗംഭീരമായി എന്ന് അത് തിരിച്ചറിയുന്ന ആൾക്കാർ ഇവിടെ കുറവാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട്. ഇപ്പം ഇവിടെ ഉണ്ട്, കുറവാണ്. ഈ ഭാഗത്തേക്ക് കുറവാണ്. എന്നാൽ ഇല്ലയെന്ന് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനും പറ്റില്ല. എന്നാൽ കഥകളി മേള ഇന്ന് കുറച്ചുകൂടെ പ്രചാരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭാവിയിലത് നല്ല ഒരു തിരിച്ചറിയുമ്പോൾ ഒരു മേളം ഗംഭീരമായി, അതൊരു ചെണ്ടമേളം, ഇപ്പോൾ പഞ്ചാരി മേളം ഗംഭീരമായി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് ഇത്രയ്ക്ക് ഉള്ളൂ. പക്ഷെ കഥകളി ഒരു തായമ്പക ഗംഭീരമായി എന്ന് പറയുമ്പം തായമ്പ എന്തൊക്കെ എണ്ണങ്ങളാണ് കൊട്ടിയത്, എന്ത് കൂറാ കൊട്ടിയത്, ഇതൊക്കെ ആൾക്കാർ നോക്കും. അതറിയാവുന്നവർ. ഇല്ലാത്തവർക്കെല്ലാം ഗംഭീരമായി എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു മേള സംസ്കാരം നമ്മളെ തെക്കോട്ട്, പക്ഷേ തെക്കിനൊരു മേള, നമ്മുടെ തെക്കൻ ഭാഗത്തൊരു മേള സംസ്കാരമുണ്ട്. തെക്കൻ തായമ്പയിൽ എണ്ണങ്ങൾ നമുക്ക് കൊട്ടി വിജയിപ്പിക്കാൻ പോലും പറ്റാത്ത തന്നെ എണ്ണങ്ങളുണ്ട്. ചമ്പക്കൂല്, അഡ്ഡൂർ അന്നക്കണ അഡ്ഡൂർ ഗഡഗഡ ഇതൊന്നും കൊട്ടാൻ പറ്റില്ല നമുക്ക് ചിലപ്പം. അപ്പം ഇങ്ങനത്തെ എണ്ണങ്ങൾ ചിലത് തെക്കൻ തായമ്പയിലുണ്ട്. പക്ഷെ അതിന് എന്തുകൊണ്ടോ അതിനൊരു പ്രാമുഖ്യം കിട്ടാതായിപ്പോയി. അത് ഇപ്പം ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പണ്ട് നമ്മുടെ കഥകളി ആസ്വാദ സംഘത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണാശാന് അത് ഒരു കാര്യം പറഞ്ഞതിൻ്റെ മനസ്സിലിപ്പോഴും വരുന്നുണ്ട്. അതായത് തെക്കൻ രീതിയിൽ കൊട്ടുന്ന വാരണാസി അദ്ദേഹത്തിൻ്റെ ഒരു രീതിയെക്കുറിച്ച്, അതായത് സാധാരണ വടക്കര കൊട്ടാത്ത ഒരു വ്യത്യസ്തമായ ശൈലി അദ്ദേഹം അവലംബിച്ചിരുന്നുവെന്ന്
അദ്ദേഹം ഈ സംസാരമധ്യേ പറയുകയുണ്ടായി. അപ്പം അത് താങ്കൾക്ക് നേരത്തെ പിടികിട്ടിയിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കി തന്നിരുന്നോ? ഇല്ല, അതെന്നെ പഠിപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ടത്. ഈ നേരുപോലും ഒരു ഇടികോലും അങ്ങനെയൊക്കെയാണ് പണ്ട് ഈ തെക്കൻ സമ്പ്രദായത്തിലെ കൊട്ടെന്ന് ആശാൻ പറഞ്ഞ് ഇങ്ങനെ ഇതാ കൊട്ട്, വേറെ കൊട്ടൊന്നുമില്ല. ഇതൊക്കെ തന്നെ അന്ന് കൊട്ടുള്ളൂ. ഇത് തെക്കൻ സമ്പ്രദായത്തിൽ ഇതിനനുസരിച്ചുള്ള കളിയാണോ അതിനനുസരിച്ചുള്ള കൊട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അല്ല, ഇത് തന്നെയാണെന്ന് തോന്നുന്നു ആശാൻ അന്നിവിടെ സൂചിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയാണ് ഇപ്പം ഇത് പറഞ്ഞു വന്നപ്പോൾ. അല്ല, ഈ ഒരു ചണ്ടക്കാരുണ്ടെന്ന് തമാശ കൂടെ പറയാം. ചെങ്ങന്നൂരാശാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കത്രേ ഇങ്ങോട്ട് ശരിയായില്ലെങ്കിലേ. അപ്പം ഇവിടെ ഈ വാരണാസി പറഞ്ഞുള്ള ഇതാണ്. അദ്ദേഹം തിരിഞ്ഞു നോക്കും അത്രേ. ആശാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കും. പിന്നെ ചെങ്ങന്നൂരാശാൻ ഇങ്ങനെ ഇത് കഴിഞ്ഞ ഇടയ്ക്ക് ചെണ്ട കയറി പിടിക്കും, കൊട്ട് ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി പിടിക്കും അത്രേ. ഒരാണ് അദ്ദേഹം ഇത് പിടിച്ച സമയത്ത് ചെണ്ട ഉരി കൊടുത്തങ്ങ് പോയി ഇത്രേ. അപ്പം എന്തൊക്കെ പോന്നോ, അത് രാമപിള്ളച്ചേട്ടൻ പറഞ്ഞ ഞാൻ ആടുകളും കൂട്ടി ഒരുമിച്ച് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനത്തെ ഒരു കൊട്ട് സമ്പ്രദായം ആയിരുന്നു അന്ന്. ആശാൻ വാരണാസി ആശാനെ കൊട്ടി കാണിച്ചിട്ടുണ്ട് സമ്പ്രദായം. പക്ഷേ എനിക്കിപ്പോൾ ഇത് കൊട്ടാൻ ഒരു ധാരണയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കൊട്ടിയിട്ട് കാര്യമില്ല. ഇനി അത് കൊട്ടി ഇന്നത്തെ കൊട്ടല്ലല്ലോ അത്. ഇപ്പം പൊതുവെ ആശാൻ കൊട്ടിയിരുന്ന സമയത്തെ കൊട്ടല്ലല്ലോ ഇപ്പം. അല്ല, കൊട്ട് എന്നും മാറി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പൊതുവളാശാൻ്റെ കൊട്ടല്ല ഇന്നത്തെ കൊട്ട്. അപ്പം ഇത് താങ്കൾക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. അത് കണ്ടെങ്കിലും അനുഭവം ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ഈ തെക്കൻ സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ ഈ തെക്കൻ സമ്പ്രദായത്തിൽ ഈ തീർച്ചയായിട്ടും ഈ കഥകളി കൊട്ടിൽ അഗ്രഗണ്യനായിട്ട് താങ്കൾ കാണുന്ന വ്യക്തി ആരാണ്? അല്ലെങ്കിൽ അവരുടെ സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും. കഥകളി കൊട്ടിലെ തെക്കൻ സമ്പ്രദായത്തിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇത് കഥകളി കൊട്ടിൻ്റെ ഒരു സമ്പ്രദായം ഉണ്ട്. ഇപ്പോൾ തെക്കൻ നമ്മുടെ കണ്ടല്ലൂർ സദാശിവനാശാൻ ഇടയ്ക്ക് മരിച്ചുപോയി. അദ്ദേഹം തെക്കൻ സമ്പ്രദായം കൃത്യമായിട്ട്. പിന്നെ ഇപ്പം നമ്മൾ കീരിക്കാട് ഉത്തമൻ ചേട്ടൻ, അവർ ഇതൊക്കെ അവർ കീരിക്കാട് പുരുഷോത്തമണി അവർ അദ്ദേഹം കഥകളിക്കൊക്കെ ഒരുപാട് പണ്ട് കാലത്ത് കൊട്ടിക്കൊണ്ട് വാരണാസിയാശാൻ്റെ ശിഷ്യനാണ്. കഥകളിക്കൊക്കെ ഒരുപാട് കൊട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പം അവർ കഥകളിക്കൊട്ടൊക്കെ അവസാനിപ്പിച്ചു. ഇപ്പം ജീവിതമേളവും മറ്റ് മേളങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ക്ഷേത്ര അടിയന്തര മേളങ്ങളൊക്കെ അവരെ കൂട്ടറിയാവുന്നവരൊന്നും ഇന്നീ ഭാഗത്തില്ല. ക്ഷേത്ര അടിയന്തര മേളങ്ങളൊക്കെ പാണി സമരത്ത് പണി അങ്ങനത്തെയൊക്കെ അണികളൊക്കെ അറിയാവുന്നവർ അദ്ദേഹത്തിനെ കൂട്ട് ഈ ഭാഗത്ത് പറയില്ല. അപ്പം ഈ തെക്കൊരു മേള സമ്പ്രദായം ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ അത് ഇന്ന് പിന്നെ ചെറിയഴീക്കൽ ദാമോദരക്കുറുപ്പ് അവർ അങ്ങനെ അവരൊക്കെ ഇപ്പോൾ അവരൊക്കെ കഴിഞ്ഞതിന് ശേഷം തെക്കൻ കഥകളി മേളത്തിന് തെക്കൻ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഇപ്പം തെക്കുമില്ല വടക്കുമില്ല. അതിപ്പം ഇപ്പം തെക്കും വടക്കും ഇപ്പം മാറിയിട്ട് ഒരു കഥകളി മേളം അതിപ്പോൾ തെക്കായാലും വടക്കായാലും സമന്വയമാണ്. സമന്വയം മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ. തെക്കൻ തായമ്പക അറിയാവുന്നവർ ഇപ്പോഴും ഉണ്ട്. അത് കൃത്യമായിട്ട് തായമ്പക ഉണ്ട്. തെക്കൻ കേളിമുഖം അത് ഒരു പ്രത്യേക രീതിയാണ്. അത് കേൾക്കാൻ തന്നെ ഇച്ചിരി അപകടം പിടിച്ചതാണ്. കേട്ടാൽ തന്നെ നമുക്ക് ഒറ്റ കേൾവിയിൽ നമുക്കത് മനസ്സിലാവില്ല.
തെക്കൻ കേളിമുഖം. അങ്ങനെ ഒരു കൊട്ട് സമ്പ്രദായം തെക്കുണ്ടായിരുന്നു. പക്ഷെ അത് വടക്കുള്ള പോലെ അത് പരിപാലിച്ച് നിലനിർത്തി പോകാൻ ഇവിടെയുള്ളവർക്ക് സാധിച്ചില്ല എന്നുള്ളത് വേണം പറയാൻ. ഈ കഥകളിയിൽ ഒരുപാട് പരിഷ്കരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പുതിയ പുതിയ കഥകൾ വരുന്നുണ്ട്. എന്നാൽ പഴയ കഥകൾ അതുപോലെ നിലനിൽക്കുകയുണ്ട്. ഈ പുതിയത് നമുക്ക് എത്ര കണ്ട് കഥകളിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് ജനങ്ങളുടെ സ്വീകാര്യത എത്രമാത്രമുണ്ട്? അതിൽ താങ്കളുടേതായ എന്തെങ്കിലും സംഭാവന, താങ്കൾ ഏതെങ്കിലും കഥ ചിട്ടപ്പെടുത്തുകയോ? ഞാൻ കഥ ചിട്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഒരുപാട് പുതിയ കഥകൾ കൊട്ടിയിട്ടുണ്ട്. പുതിയ കഥകൾക്ക് ആദ്യമായിട്ട് കൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അമ്പലപ്പുഴ ഞങ്ങൾ സന്ദർശനം വർക്ക് ചെയ്യുമ്പോൾ ഒരു വർഷം ഒരു കഥ വെച്ച് നമ്മൾ പുതിയതായിട്ട് ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുക. അങ്ങനെ ഡോക്ടർ പി കൃഷ്ണതമ്പിയുടെ താടകാവധം, അതുപോലെ പിന്നെ പൗണ്ഡ്രകവധം പഴയ കഥയല്ല, അശ്വതിനാളുടെ കഥയാണെങ്കിലും അത് ഒരുപാട് കാലമായിട്ട് അത് നമ്മുടെ വാസുപിഷാടിയാശൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അതിലെ ബലഭദ്രനാണ് പ്രധാന. ബലഭദ്രൻ വേഷം അദ്ദേഹം തന്നെയാണ് നമ്മൾ തന്നെ കൊട്ടിയത്. പൗണ്ഡ്രകവധം, പിന്നെ ഏറ്റവും വേണുഗോപാൽ സാറിൻ്റെ ഡയറക്ടർ വേണു സാറ്, ഡോക്ടർ വി വേണുഗോപാൽ സാറ് ശ്രീ കൃഷ്ണയില കഥകളി, അത് വലിയൊരു ഉള്ളൊരു കഥയാണ്. അങ്ങനെ ഒരുപാട് പുതിയ കഥകളുമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഇപ്പം സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒരു പാശ്ചാത്യ നോവല്, സ്പാനിഷ് നോവല് ഡോൺ കിഹോത്തെ, അതായത് അതെ, അത് അദ്ദേഹം കഥകളി രൂപത്തിലാക്കി. അപ്പം അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഇല്ല, അതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടില്ല. അത് മാർഗിയായിട്ട് ബന്ധപ്പെട്ടില്ല. എനിക്ക് അതുമായിട്ട് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. അതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ഡോൺ കിഹാത്തോ ആ കഥ എനിക്കറിയാം, വായിച്ചിട്ടുണ്ട്. പക്ഷെ ആ കഥകളിയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കഥകളി ജീവിതം അങ്ങയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കലയും ജീവിതവും തമ്മിൽ കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നത്? അങ്ങയുടെ കുടുംബം, അതിനെക്കുറിച്ച് പറയണം. പിന്നെ അങ്ങയ്ക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ഇതെല്ലാം ഒന്ന്. കുടുംബമൊക്കെ ഞാൻ ഇതുമായിട്ട് വളരെ സന്തോഷവാനാണ് തൽക്കാലം. പിന്നെ കുടുംബം, ഭാര്യയുടെ മാവലിക്ക വിദ്യാരാജ സ്കൂളിൽ അധ്യാപികയാണ്. മകൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകൾ ചെണ്ട പഠിക്കുന്നുണ്ട്, ചെണ്ടയും പഠിക്കുന്നുണ്ട്, പാട്ടും പഠിക്കുന്നുണ്ട്. അപ്പം പിന്നെ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കഥകളിയായിട്ട് ബന്ധപ്പെട്ടൊരു ഇത് പറയാം. ഇപ്പം ഈ കഥകളിക്ക് ഈ പ്രേക്ഷകരുണ്ടാകുകയും ഇത് വേണേ. ഈ എൻ്റെ ഒരു റിക്വസ്റ്റും കൂടെയാണ് ഇതിനകത്ത്. ഈ തൊഴിലവസരങ്ങൾ അത് ഇന്നിപ്പം കലാമണ്ഡലത്തിൽ അല്ലെങ്കിൽ RLE കഴിഞ്ഞാൽ അവന് സർക്കാർ മേഖലയിൽ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു. അപ്പം അത് കുറച്ചുകൂടെ ഒന്ന് വർദ്ധിപ്പിക്കാൻ പലരും പല കാലത്തും പല ഇതും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും പ്രാവർത്തികമായിട്ട് വന്നിട്ടില്ല. അപ്പം അതുകൂടെ ഒന്ന് ആയാൽ മാത്രമേ ഈ കഥകളി ഇത് കാണാനും ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ആളുണ്ടെങ്കിലല്ലേ പ്രേക്ഷകരുണ്ടാവുള്ളൂ. നിലനിർത്തിക്കൊണ്ട് പോകാൻ ആളില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് നാളെ വേണ്ടാന്ന് വെച്ചു, കഥകളി വേണ്ട. ഇപ്പം ഇവിടെ തന്നെ ഇപ്പോൾ അച്ഛനാണ് ഇവിടെ മാവേലിക കഥകളി നടത്തിക്കൊണ്ടിരുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ഇത് ഈ
കുടുംബ പെൻഷനൊക്കെ എടുത്തിട്ടാണ്, കുടുംബ പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ കഥകളി, ഒരു ദിവസം അദ്ദേഹം നാളെ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഇതില്ല, ആ കഥകളി അങ്ങ് വേണ്ടാന്ന് വയ്ക്കുക. അപ്പം ഇത് കാണാൻ പ്രേക്ഷകർ വേണമെങ്കിൽ അരങ്ങും ഇത് കൊണ്ടു നടക്കാനെങ്കിൽ തൊഴിലവസരവും ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വരുള്ളൂ. വെറുതെ അഭിപ്രായം പറയും, ഫേസ്ബുക്കിൽ അഭിപ്രായം പറയുന്നവർ അഭിപ്രായം പറഞ്ഞിട്ട് അവർ വഴിക്ക് പോകും, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും അവർ കൊണ്ടൊന്നും ഉണ്ടാകുന്ന തോന്നുന്നില്ല എനിക്ക്. ഇപ്പം ഇത്രയും നേരം നമ്മളോടൊപ്പം സംവദിച്ചത് ശ്രീ കലാമണ്ഡലം ശ്രീകാന്ത് വർമ്മ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് എപ്പോഴും പ്രചോദനമാകട്ടെ. ഇത് ശ്രവിച്ച ഇതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഇത്രയും നേരം ഈ വൈത്താരി ചാനലുമായിട്ട് സംവദിക്കാനും എൻ്റെ ഗുരുനാഥൻ ഉണ്ണിരാജാൻ്റെ സവിധത്തിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി.